ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. ഞാൻ ഇതാദ്യമായിട്ട് ചെയ്യുന്ന ഒരു വ്ളോഗാണ്. വ്ളോഗ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള പോരായ്മകൾ നിങ്ങൾക്കിതിൽ കാണാൻ സാധിക്കും. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു ബിഗിനറാണെന്ന് കണ്ടുകൊണ്ട് ഇതിൽ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. മുന്നോട്ടേക്ക് ഇതൊക്കെ വിപുലീകരിച്ച രീതിയിൽ ഞാൻ എടുക്കുന്നതായിരിക്കും. സോ ഞങ്ങളെല്ലാവരും കൂടി തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തി എല്ലാവരും കൂടി ഒന്ന് കോഴിക്കോട് പോവാണ്. എന്തിനാന്ന് വെച്ചാൽ ഫ്രണ്ടിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ പോകാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ട്രെയിൻ വരേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്നും അൽക്കുർത്ത് കളികൾ കളിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണല്ലോ. അപ്പുറത്തുനിന്ന് ട്രെയിൻ വരുന്ന കണ്ടപ്പോൾ ചെറിയ കുട്ടികളൊക്കെ എത്തി നോക്കുന്നത് പോലെ ഞാൻ നോക്കുവാണ്, എത്ര നീളമുണ്ട് ഇനിയും എന്നുള്ളൊരു രീതിയിൽ. പണ്ടൊക്കെ ട്രെയിനൊക്കെ വരുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ആയിരിക്കും അല്ലേ, എന്താ രസം, ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ചെവിയൊക്കെ അടിച്ച് പോകുന്ന പോലൊരു ഫീലാണ്. അങ്ങനെ ട്രെയിനിൽ കയറാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഞങ്ങൾ ഒട്ടും മടിച്ചില്ല, അങ്ങോട്ട് കയറാൻ നിന്നു. ഇല്ലെങ്കിൽ നമുക്കിന്ന് കയറലുണ്ടാവില്ല എന്നറിയാം. സീറ്റൊന്നും കിട്ടിയില്ല കേട്ടോ, അഹങ്കാരത്തോടെ പറയുകയാണ്. ഞങ്ങൾ നല്ല അന്തസ്സായി നിന്നിട്ടാണ് പോകുന്നത്. അങ്ങനെ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. കാരണം അത്രക്കും എന്താ പറയുക തിരക്കായിരുന്നു. വാഷ് ചെയ്ത് അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കൈയൊക്കെ വാഷ് ചെയ്ത് വീണ്ടും നടത്താൻ ആരംഭിച്ചു. എങ്ങോട്ടായി പോകുന്നതെന്ന് ചോദിച്ചാൽ SM സ്ട്രീറ്റിലേക്കാണ്. SM സ്ട്രീറ്റിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം എന്തെങ്കിലും കഴിക്കണം എന്നായിരുന്നു ലക്ഷ്യം. കാരണം എവിടെ പോകുമ്പോൾ നമുക്ക് ഫുഡ് മെയിൻ ആയിരിക്കണമല്ലോ. അങ്ങനെ കണ്ട ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്തു. പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എന്ത് കഴിക്കുന്നെന്നായിരുന്നു. മസാല ദോശ വേണോ, നെയ്റോസ്റ്റ് വേണോ, പൊറോട്ട വേണോ, അങ്ങനെ ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അവസാനം ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കാൻ തീരുമാനിച്ചു. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും അങ്ങനെയാണല്ലോ, എന്തൊക്കെയുണ്ട് എന്നുള്ളൊരു ചോദ്യം ആദ്യം ചോദിക്കും, പിന്നെയോ എപ്പോഴും പറയുന്ന സാധനം തന്നെയായിരിക്കും അവസാനം പറയുക. ഇവിടെ അത് തന്നെ സംഭവിച്ചത്. അങ്ങനെ പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ചു. നല്ല അടിപൊളി ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഫുൾ അത് കാലിയാക്കിനി. അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയൊക്കെയോ കൽക്കുലത്ത് കളികളൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങാനുള്ള തത്രപ്പാടിലാണ്. ഫുഡ് കഴിക്കുമ്പോൾ പിന്നെ ആർക്കും ഒരു മൈൻഡ് ഉണ്ടാവില്ല അല്ലേ, തീറ്റയാണല്ലോ മസ്റ്റ്. തീറ്റയൊക്കെ കണ്ടാൽ എന്താണല്ലേ. അങ്ങനെ ഒരു ലൈം ജ്യൂസും കുടിച്ച് സ്വസ്ഥം സമാധാനം എന്ന രീതിയിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. വയറ് നിറഞ്ഞാൽ മനസ്സ് നിറയുന്ന പറയുന്നത് വെറുതെ അല്ലല്ലോ അല്ലേ. അങ്ങനെ ഞങ്ങളിത് SM സ്ട്രീറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. SM സ്ട്രീറ്റിൽ പ്രവേശിച്ചതിന് ശേഷം എവിടേക്ക് പോകണം എന്നുള്ളതായിരുന്നു പിന്നത്തെ സംശയം. എന്തായാലും കുഴപ്പമില്ല, കാണുന്നിടത്ത് എവിടെയെങ്കിലും കയറാമെന്നുള്ള രീതിയായി പിന്നീട്. അപ്പോഴാണ് ഞങ്ങൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുള്ള, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, മിനാർ ഫാഷൻ ജ്വല്ലറി, മിനാറിൽ പോകാമെന്ന് വിചാരിച്ചത്. അവിടെ ഇപ്പം മറ്റേ ട്രഡീഷണൽ ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ റെൻ്റലും ഉണ്ട്, അതല്ലാണ്ട് നമുക്ക് വാങ്ങിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ, അതായത് ഷോപ്പിൻ്റെ ഉള്ളിൽ വീഡിയോ അലൗഡ് അല്ല, അതുകൊണ്ടാണ് എനിക്ക് എടുക്കാൻ പറ്റാഞ്ഞത്. എന്നാലും നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. റേറ്റിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസം ഇല്ലെങ്കിലും കളക്ഷൻ അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അടുത്തടുത്തെത്തി. ഇതിപ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. കാരണം ഞാൻ ഈ ഫോണും പിടിച്ച് നടന്നില്ല, കുറച്ച് എന്തൊക്കെയൊക്കെ എടുക്കുന്നു അത്ര തന്നെ. അങ്ങനെ ഞങ്ങൾ ഒരു ഷോപ്പിൽ കയറി അവിടെ നിന്ന് ഓരോ ഔട്ട്ഫിറ്റ് ഇവർ നോക്കുകയാണ്. ഞങ്ങളപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്ന് കളിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, ഒരാൾക്ക് വേണ്ടിയിട്ട് 5-6 ആൾക്കാർ എപ്പോഴും ഏത് പരിപാടിക്ക് പോകുമ്പോൾ ഉണ്ടാവുമല്ലോ. അത് തന്നെ ഇവിടെ സംഭവിച്ചത്. എന്നാൽ പിന്നെ ഒട്ടും കുറക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒരു ഷർട്ട് കണ്ടപ്പോൾ ഞാനും വെറുതെ എടുത്ത് നോക്കുന്നുണ്ട്. ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ, എത്രയാണ് വാങ്ങുക. അങ്ങനെ അതും നോക്കി അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇനി ആ ഒരു ഷോപ്പിനോടും ബൈ പറഞ്ഞ് വേറൊരു ഷോപ്പിലേക്ക് പോകും. അവിടെ പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയായിരുന്നു, ഭയങ്കര കളക്ഷനായിരുന്നു. ഇപ്പോഴത്തെ ന്യൂജൻ മോഡൽ എല്ലാ ഡ്രസ്സുകളും അവിടെയുണ്ട്. വെഡ്ഡിങ് പാർട്ടീസിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇവിടെ. അങ്ങനെ അവിടെ നിന്നും നമ്മളിങ്ങനെ കുറേ സംഭവങ്ങൾ നോക്കി അവസാനം ഒന്നിലെത്താന്നുള്ള ശ്രമം അവിടെ ഉണ്ടായില്ല. വരുന്ന വഴിക്ക് ഈ ബോട്ടിലൊക്കെ കണ്ടു കേട്ടോ. 150 എങ്ങാനായി ഈ ബോട്ടിലിന് പറയുന്നത്. അങ്ങനെ ഫുഡ് കഴിക്കാൻ നേരമായി എന്നുള്ളൊരു ഇതായപ്പം എല്ലാവരും കൂടി കുത്തിഞ്ഞെരുങ്ങി ഞങ്ങൾ ഒരു ഓട്ടോയിൽ കൊള്ളിച്ച് പോവുകയാണ്. എങ്ങോട്ടാന്ന് ചോദിച്ചാൽ, നമ്മൾ കോഴിക്കോട് വന്നാൽ മിസ്സാക്കാണ്ട് പോകണമെന്ന് പറയുന്നത് നമ്മുടെ പാരഗണിലെ ബിരിയാണിയാണ്. അങ്ങോട്ടാണ് പോകുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ പാരഗൺ കാണുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. കാരണം അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റില്ല, അങ്ങനെ തിരക്കാണ്. മുന്നിലും ബാക്കിലും എല്ലാവരുടെയും തിരക്ക്. പിന്നെ അത്രയും നേരം ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് പാരഗണിനോട് ബൈ പറഞ്ഞ് ഈ റെയിൽവേ ക്രോസ് ചെയ്ത് ഞങ്ങൾക്ക് പോവാണ്. അങ്ങോട്ട് എവിടെയോ ഒരു ഹോട്ടലുണ്ടെന്ന് ആരോ പറഞ്ഞത് കേട്ടിട്ടാണ് ഈ പോകുന്നത്. അങ്ങനെ അവിടെ എത്തിയപ്പം ബിരിയാണി ഓർഡർ ചെയ്തു. അങ്ങനെ ബിരിയാണിയും പപ്പടവും കഴിച്ചു. അങ്ങനെ സുഖമായി ഫുഡും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോഴുണ്ട് റെയിൽവേൻ്റെ
ആളുകളൊക്കെ കൂടിയിട്ട് ഈ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു. അപ്പം ഫ്ലാഗ് ഉയർത്തുന്നതൊക്കെ കണ്ട് അതൊക്കെ ഒന്ന് കാണുമ്പം എന്തോ ഒരു നമുക്കുള്ളിലൊരു സാധനം കയറില്ലേ, ആ ഒരു സംഭവം തന്നെ. നമ്മളെ ഫ്ലാഗ് ഇങ്ങനെ പറന്നുയരുന്നത് എപ്പോൾ ഇങ്ങനെ ഉയരട്ടെ അല്ലേ. അങ്ങനെ ഞങ്ങൾ ഇതും കണ്ട് കുറച്ച് സമയം അവിടെ നിന്നു കേട്ടോ, എന്തോ ഒരു ഭംഗി. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ട്രെയിനിൽ കയറിയപ്പോൾ എന്തോ ഭാഗ്യത്തിന് സീറ്റ് കിട്ടി. അതുകൊണ്ട് സമാധാനത്തിൽ ഇരുന്ന് ഉറങ്ങിയിട്ടൊക്കെയാണ് ഞങ്ങൾ വീട്ടിലെത്തുന്നത്.